സ്റ്റീഫൻ ഇനിയും ഡൽഹിയിൽ എത്തിയിട്ടില്ല, എത്തില്ല. എനിക്കറിയാം. ഒടുക്കം അവന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ചെന്നെത്തിപ്പെടുക. നാളെ എവിടെയെങ്കിലും കാണാം അവന്റെ ശവം. മാർട്ടിൻ, നീ ആ പെണ്ണെ തുറന്നുവിട്. അമലേന്ദുവിനെ. അവൾ ഓടി ഓടിച്ചെന്നെത്തുന്നിടത്ത് അവനുണ്ടാവും. ഗൗതം, മോട്ടി, മോട്ടി, മോട്ടി. മേജർ, ഇനിയെങ്കിലും സത്യങ്ങളെല്ലാം ഗൗതമിനോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്? വേണ്ട, ഞാൻ അവന്റെ അച്ഛനാണെന്ന് പറയാനുള്ള സമയമല്ല ഇത്. അവന്റെ മനസ്സിലിപ്പോ എന്റെ മോളെ, അവളെ കൊന്നവരോടുള്ള പ്രതികാരമാ. ആ തീ കടാൻ പാടില്ല ചാർലി. ജനിച്ചതുകൊണ്ടും ജനിപ്പിച്ചതുകൊണ്ടും മകനും അച്ഛനും ആവില്ലല്ലോ. ഒളിവ് കാലത്തിനിടയിൽ ഒരിടത്താവളത്തിൽ ഒരുമിച്ച് കുറച്ച് ദിവസങ്ങൾ. അതുകൊണ്ട്
ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും അറിയണമെന്നില്ല. വി ആർ സ്ട്രേഞ്ചേഴ്സ്, മോനെ, അബ്സല്യൂട്ട് സ്ട്രേഞ്ചേഴ്സ്. ഗൗതം, നീയും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ? അല്ല ഗൗതം, ഒരിക്കലുമല്ല. അച്ഛനും മകനെയും മകൻ അച്ഛനെയും പരസ്പരം മനസ്സിലാക്കി തരാൻ ഞാൻ ആളല്ല. എങ്കിലും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതമിനോട് പറയാൻ ഞാൻ പലതവണ ശ്രമിച്ചിരുന്നു, ജയിലിൽ വെച്ച് പോലും. ജോലിയില്ലാതെ അലഞ്ഞു നടന്ന മാധവൻ എന്ന ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് പട്ടാളത്തിൽ ചേർത്ത ഒരു ബ്രിഗേഡിയർ. അയാൾ എന്നും തന്റെ ഗാർഡിയനായിരിക്കുമെന്ന് ഗൗതമിന്റെ അച്ഛൻ വിശ്വസിച്ചുപോയി. ആ ബ്രിഗേഡിയർ പലരെയും ഏൽപ്പിക്കാൻ പറയുന്ന ഫയൽ കേസുകൾ എന്താണെന്ന് അറിയാൻ മേജർ ഒരിക്കൽ പോലും ശ്രമിച്ചില്ല. ബ്രിഗേഡിയർ തന്നെ ഒരു സ്പൈ ആക്കി മാറ്റിയ വിവരം മേജർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോൾ അല്ലെന്ന് പറഞ്ഞൊഴിയാൻ ആ മനുഷ്യന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലായിരുന്നു. തനിക്ക് പകരം തന്റെ ഭാര്യയും കുട്ടികളെയും വേട്ടയാടുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല. ഇനി ദുഷ്ടനെന്ന് പറഞ്ഞ് ശപിക്കുന്നതിന് പകരം നല്ലവനെന്ന് കരുതി നമിക്കുന്നത് കൊണ്ട് മകന് ഗുരുത്വമേ ഉണ്ടാവും. അച്ഛാ, ഞാൻ കാരണം ഒരുപാട് സഹിച്ചു അല്ലേ? മക്കൾ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് വയ്ക്കൂ. ഗൗതം, നിങ്ങൾ അകത്ത് പോ. അകത്ത് പോ. ആരും സംശയിക്കാത്ത ഈ ടിബറ്റൻ ബോർഡറിൽ നിന്നെ തുറന്നുവിട്ടത് ഇതിനായിരുന്നടി. ഇപ്പൊ ഈ കാട്ടിലിറങ്ങും ബോർഡർ പോലീസ്, ആരും രക്ഷപ്പെടില്ല. ഭയ്യ, ഞാനാണ് മാർട്ടിൻ. അവന്റെ ഷെൽട്ടർ ഞാൻ കണ്ടുപിടിച്ചു. വേഗം വയ്ക്കൂ. തരില്ല. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയടാ. സൽമാൻ എവിടെ? പ്രായത്തിന് പറ്റിയ ആവേശമേ കാണിക്കാവൂ. വെച്ചതാണ് പണ്ടേ ഞാൻ. മരണം ചോദിച്ചു വാങ്ങി മെടുക്കനില്ലേ നീ? ഒന്നിനും ഐ വിറ്റ്നസ് ഉണ്ടാവരുതെന്ന് മനസ്സിന് വളരെ നിർബന്ധമുണ്ട്. विंसेंट साहब, तिब्बतन बॉर्डर बाहर हवेली